ഞാൻ ഫക്രുദ്ദീനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാനാണ് ഈ വീഡിയോ. വീട്ടമ്മമാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കേൾക്കണേ. ഈ ഫോട്ടോയിൽ ഒരു യുവതിയുടെ ഫോട്ടോ കാണാം. ഇവരുടെ പേര് അഞ്ജു എന്നാണ്. 28 വയസ്സ്, വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ. നമുക്ക് ആർക്കും പറ്റാവുന്ന ഒരു അബദ്ധമാണ്. ഇവരുടെ സുഹൃത്ത് ഒരു സ്വർണം വായ്പ ചോദിച്ചു. അങ്ങനെ ആ സ്വർണം അവരെടുത്തു കൊടുത്തു. പക്ഷേ അവരെ ഉടമസ്ഥർ വരുന്നതിന് മുൻപ് സ്വർണം തിരികെ തരാം എന്നുറപ്പിലാണ് അവർ കൊടുത്തത്. പക്ഷെ അതുണ്ടായില്ല. 70-ഓളം പവന നഷ്ടപ്പെട്ടത്. ഒടുവിൽ ഉടമസ്ഥർ സ്വർണം തിരിച്ച് ചോദിച്ചപ്പോൾ ഇവർ ചെയ്തത് എന്താണെന്നറിയോ? ഒരു മാർഗ്ഗവും ഇല്ലാതായപ്പോൾ ഒരു ജ്യൂസിൽ സാധനം കലക്കി കുടിച്ചു. വീട്ടിൽ പറഞ്ഞില്ല, കുടിച്ചത് പറഞ്ഞില്ല. ഛർദിലായി. ഒടുവിൽ ഇന്നലെ ഇവർ മരണപ്പെട്ടു. അപ്പോൾ ആ ഒരു പറ്റിച്ച സിന്ധു എന്ന് പേരുള്ളവരുടെ സുഹൃത്തിനെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ ഇവരൊരു സൂര്യ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരിയാണ് ഇവരുണ്ട്. ഇവരുടെ ഐശ്വര്യ എന്ന് പേരുള്ള 32 വയസ്സുള്ള മറ്റൊരു യുവതിയുണ്ട്. ഇവർ രണ്ടുപേരും 2 ശാഖയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവരൊരു കോമൺ സുഹൃത്താണ് സിന്ധു. ഈ സിന്ധു ആളൊരു ഉഡായിപ്പാണ്. അത് ഇവർക്കറിയില്ല. സിന്ധുവിൻ്റെ പരിപാടി ഇങ്ങനെ സുഹൃത്ത് ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് സ്വർണം വായ്പാകിയത് എടുക്കുക, എന്നിട്ട് വേറെ കൊണ്ടുപോയിട്ട് പണയം വെക്കുക, അല്ലെങ്കിൽ അത് കൊണ്ടുപോയി വിറ്റ് പറ്റിക്കുക. അങ്ങനെയാണ് ഇവർ തൊഴിൽ. ഇത് ഇവർക്ക് അറിയാതെ ചിലർ പറയുന്നത് ഇവർ കമ്മീഷന് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു അല്ല, നമുക്കറിയില്ല. എന്തായാലും ഇവർ എന്ത് ചെയ്തു? ഈ സിന്ധു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്വർണം എനിക്ക് എടുത്തതായോ. ഒരാൾ 50 പവൻ സ്വർണ്ണമാണ് ഐശ്വര്യ എടുത്ത് കൊടുത്തത് അവരുടെ ഈ സൂര്യ ഫിനാൻസിൽ നിന്ന്. അവരെ പല ആളുകളും പണയം വെക്കാൻ വേണ്ടി കൊടുന്നു കൊടുത്തതാണ്. ഈ പാവം അഞ്ജു എന്ന് പേരുള്ള ഈ ഒരു സ്ത്രീ 20 പവൻ സ്വർണ്ണാഭരണം എടുത്തു കൊടുത്തു. അങ്ങനെ അവരത് കൊണ്ടുപോയിട്ട് മറിച്ച് വിറ്റു. അപ്പോൾ അവരെന്തൊക്കെ സൗഹൃദമൊക്കെ കാണിച്ച് ഇല്ലീഗലാണ് ഇവർ ചെയ്യുന്നത്. മുതലാളിയോട് പറയാതെ ആണ് ചെയ്യുന്നത്. ഈ ചില ഫിനാൻസുകൾ ഇങ്ങനെ നമ്മളൊക്കെ കൊണ്ടു കൊടുക്കണ ഈ പണയം വെക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനങ്ങൾ നമ്മളറിയാതെ അവർ പണയം വെച്ചിട്ട് കാശ് എടുക്കുന്ന രീതിയൊക്കെ കാണാം. ഇവർ മുതലാളി പോലും അറിയാതെ ഇവരിത് ചെയ്തു. ഒടുവിൽ എന്താ ചെയ്തത്? ഈ സ്വർണം പണയം വെച്ച ആളുകൾ സ്വർണം ചോദിച്ചു നോക്കുമ്പോൾ ഇവർ പറഞ്ഞു തിരിച്ചു തരാൻ പറഞ്ഞപ്പോൾ സിന്ധു മുങ്ങി. സിന്ധു നേരെ അമേരിക്കയിലേക്ക് മകളുടെ അടുത്തേക്ക് പോയി. അതുകൊണ്ട് ഇവർക്ക് ഒരു മാർഗ്ഗവും ഇല്ലാതായി. അങ്ങനെ ഈ മുതലാളിക്ക് വേറെന്തോ കേസുണ്ട്. മുതലാളി ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞു. അങ്ങനെ ഇവർ പിന്നെ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഇവർ പറഞ്ഞു നീ ആ സ്വർണ്ണം എടുത്ത് തായെന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് വീട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് വാങ്ങിയാലും 70 പവൻ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് കൊടുക്കണ്ടേ? എത്ര ലക്ഷങ്ങൾ വേണം? ഒന്ന് ആലോചിച്ചൊക്കെ. ഒരു ശ്രദ്ധയില്ലാതെ ഈ സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണ് ഇങ്ങനെയായത്. ഒടുവിൽ മുതലാളി ഇതറിഞ്ഞിട്ട് ഈ സൂര്യ ഫിനാൻസിൻ്റെ ഉടമ ഇതറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ഇവർ ഓഫീസിലേക്ക് വരിക. ഇവർ 2 പേരും എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഷാർജ ജ്യൂസ് വാങ്ങിയിട്ട് അതിൽ സംഗതി ചേർത്തിട്ട് എന്ത് ചെയ്തു? കഴിച്ചു. ആ ഒരു കഴിക്കലാണ്. ഒരാൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞു. അതുകൊണ്ട് അവരെ ഐശ്വര്യ വേഗം ഹോസ്പിറ്റലിലായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഈ ഒരു അഞ്ജു ഇത് പറഞ്ഞില്ല. പക്ഷെ അവരെ കരളിനെ വല്ലാതെ ബാധിച്ചു. കുറച്ച് വൈകിട്ടാണ് അറിഞ്ഞത്. ഛർദിയൊക്കെ തുടങ്ങിയതിന് ശേഷം അവർ ഹോസ്പിറ്റലിലായി പുലർച്ചെ മരണപ്പെടുകയും ചെയ്തു. പല വീട്ടമ്മമാരും ചെയ്യുന്നൊരു കാര്യമാണ്, ഭർത്താവ് അറിയാതെ സ്വർണം ആർക്കെങ്കിലും എടുത്തു കൊടുക്കും. സ്വർണം എടുത്തു കൊടുക്കും. വേണ്ട, ഭർത്താവ് അറിയാതെ സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കുന്ന ആളുകളുണ്ട്. എന്തായാലും നിങ്ങളൊരാളെ കയ്യിൽ ജീവിക്കുന്ന, ഭാര്യയായിട്ട് ജീവിക്കുന്ന ഒരാളാണോ, ഭർത്താവിൻ്റെ ഒരു പെർമിഷനോ അനുമതിയോ അറിവോ ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദ. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക്, ചില സ്ത്രീകളൊക്കെ ആൺ സുഹൃത്തുക്കൾക്കൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കലുണ്ട്. അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എത്രയോ കേസുകൾ, പല വിവാഹമോചനങ്ങളും പല ദാമ്പത്യ പ്രശ്നങ്ങളും എന്നൊക്കെ നടക്കുന്നതിൻ്റെ കാരണം ഇവിടെയാണ്. ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരു 60% അധികം ദാമ്പത്യ പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ ഭാര്യയുടെ വളരെ അടുത്ത സുഹൃത്തോ അമ്മയുടെ മോനോ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കാറ്റഗറി ആവും. അവർക്ക് നല്ല വിശ്വാസത്തിലാണ് ഈ സ്ത്രീകൾ ഇത് ചെയ്യുക. എടുത്ത് തരുന്നുള്ള വിശ്വാസം. കാരണം അത്രയും കണ്ണീരോട് കൂടിയൊക്കെ അവർ പറയുക. അവനതുകൊണ്ട് അത്ര വലിയ ഗൗരവം ഉണ്ടാവില്ല. അവനെടുത്ത് മുങ്ങും. ഈ സമയത്തിന് സാധനം കിട്ടിയില്ലെങ്കിൽ ഈ പെണ്ണ് പിന്നെ തൂങ്ങി മരിക്കൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യൽ, വിഷം കഴിക്കൽ, ഇത് പിന്നെ ദാമ്പത്യ പ്രശ്നങ്ങളായി മാറി. ഇങ്ങനെ എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലുണ്ടെന്ന് അറിയോ? ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ശരിക്കും ഒന്ന് തുറന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ചുറ്റും അങ്ങനത്തെ കേസുകൾ. ഞാൻ പിന്നെ അത് ഇങ്ങനെ ചെയ്ത ആളുകളൊക്കെ നമുക്ക് പേരൊക്കെ അറിയാം. പല കേസുകൾ. നമ്മളിപ്പോൾ ആ വീഡിയോ നമ്മളൊരാളുടെ വ്യക്തിപരമായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയാത്തത്. അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഈ ഒരു സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക?
മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുക. എന്തെങ്കിലും അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് വീട്ടുകാരോട് പെർമിഷൻ വാങ്ങി അങ്ങനെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമായി. ഓരോട് ചോദിച്ചിട്ടാണല്ലോ നമ്മൾ കൊടുത്തത്, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ. അപ്പോൾ നിങ്ങൾ വലിയ റിസ്ക് ഏൽക്കൂല. എനിക്കറിയാവുന്നൊരു സ്ത്രീയുണ്ട്, നല്ല ഈമാനിയായി തഹജ്ജുദൊക്കെ നിസ്കരിക്കണ നാട്ടിൽ അറിയപ്പെടുന്ന സ്ത്രീയാണ്. പക്ഷേ അവരുടെ വീട്ടിലേക്ക് വാഹനം ഓടിക്കാൻ വരുന്ന ഒരു സുഹൃത്തിന് എടുത്തു കൊടുത്തു, സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ സഹായിക്കാൻ വേണ്ടി ചെയ്തിട്ട് ഒടുവിൽ എന്താ ഉണ്ടായത്, അവർക്കത് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. ഭർത്താവിനോട് പറഞ്ഞില്ല. ഭർത്താവ് അറിയുന്ന ഘട്ടമെത്തി. ഭർത്താവിനെന്തോ സാമ്പത്തിക പ്രയാസം വന്നിട്ട് സ്വന്തം ഭാര്യയുടെ സ്വർണം പണയം വെക്കേണ്ടി ചോദിച്ചപ്പോഴാണ് ആ സ്വർണം ഭാര്യയുടെ കയ്യിലില്ല. അത്ര സ്വർണം ഭാര്യയുടെ കയ്യിലില്ല. അപ്പോൾ അവരെന്താ ചെയ്തത്, അവർ നേരെ ചെയ്ത കാര്യം ചെയ്തെടുക്കാൻ ശ്രമിച്ചു. എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടവർ, പോലീസ് കേസൊക്കെ ആയി. അപ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയണത്. ഗൗരവപ്പെട്ട സംഗതിയാണ്. ഇതിപ്പോൾ ഇന്ന് നടന്നൊരു സംഭവമാണ്. നമ്മൾ ഏതൊരു സംഭവം പറയുന്നത് അതിലൂടെ നമുക്കെന്തെങ്കിലും ഒരു പാടുണ്ടെങ്കിൽ നമ്മളത് ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഇവരുടെ ഒരു കഥ പറഞ്ഞ് അല്ലെങ്കിൽ ഇവരുടെ അനുഭവം പറഞ്ഞിട്ട് നമ്മൾ പോലും മാത്രമല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു ബുദ്ധിമോശം കാണിക്കുന്നതാണ്. ഈ സ്ത്രീകൾക്ക് ആ സുഹൃത്തിനെ സഹായിക്കേണ്ട ഒരാവശ്യമില്ല. പല ആളുകൾക്ക് നോ പറയാൻ പറ്റില്ല. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് പറ്റില്ല, നോ ആണ് നമ്മൾ പറയേണ്ടത്. യെസ് മാത്രം പറഞ്ഞ് ശീലിക്കുന്ന ആളുകളുണ്ട്. അവർ ലൈഫിൽ എപ്പോഴും പരാജയപ്പെടും. നമ്മൾ നോ കൂടി പറഞ്ഞ് ശീലിക്കണം. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ചില ആൾക്കാരങ്ങനെ ഉണ്ട്, ആര് വിളിച്ചാലും പോകും, എന്ത് വിളിച്ചാലും ചെയ്യും. എന്നിട്ട് അവർ ചെയ്യുന്നത് ഇഷ്ടത്തോട് കൂടിയിട്ടൊന്നും ആവില്ല. കാരണം എന്താ, അവരുടെ ഇറങ്ങി പോകലാണ്. അതല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് പറയാനുള്ളത് ചെയ്യാനുള്ളത് നമ്മുടെ ബുദ്ധിപരമായിട്ട് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും തരത്തിലെ ആളുകൾ ഇത്തരത്തിൽ സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ഗൃഹനാഥനെയോ ഭർത്താവിനെയോ അറിയിക്കണത് നല്ലതാണ്. അല്ലെങ്കിൽ അത് വലിയ വിഷയമായിട്ട് മാറും. പലപ്പോഴും ലൈഫ് തകരുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങളിലൂടെയാണ്.